ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ 2026 അസൈൻമെന്റ് സബ്മിഷന്റെ ടൈം ഇപ്പോൾ ആയിട്ടുണ്ട് അല്ലേ. ഒരു ഇയറിൽ 2 തവണയാണ് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം വരുന്നത്. അതിൽ മാർച്ച് ഏപ്രിൽ ടൈമിൽ സമയം കഴിഞ്ഞു. ഇനി അടുത്ത് ഡിസംബർ പരീക്ഷയുടെ അസൈൻമെന്റുകൾ വയ്ക്കാനുള്ള സമയമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന 2026 ഡിസംബറിൽ ഇഗ്നോയുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സാം നമ്മൾ എഴുതണമെങ്കിൽ നിർബന്ധമായിട്ട് അതിന് മുന്നേ അസൈൻമെന്റ് വെച്ചിരിക്കണം അല്ലേ. അപ്പോൾ അസൈൻമെന്റ് വയ്ക്കാനുള്ള ടൈം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ആരൊക്കെയാണ് ഏതൊക്കെ കോഴ്സുകാരാണ് ഈ ഒരു സമയത്ത് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നും അല്ല ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് ലഭിക്കും, ഏത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അസൈൻമെന്റ്സിനായിട്ട് ഈ തവണ യൂസ് ചെയ്യേണ്ടത്, അസൈൻമെന്റുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഇങ്ങനെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ. സോ 2026 ഡിസംബറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഡിസംബറിൽ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷ എഴുതണമെങ്കിൽ അതിന് മുന്നായിട്ട് നമ്മൾ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ഈ സമയത്ത് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാറ്റഗറി വരുന്നത് 2026 ജൂലൈ സെക്ഷനിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആയിട്ട് അസൈൻമെന്റുകൾ വെക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 30 സെപ്റ്റംബർ മുതൽ അസൈൻമെന്റുകൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒക്ടോബർ 30 ഈ 2026 ജൂലൈ സെക്ഷനിൽ ഇപ്പോൾ അഡ്മിഷൻ ഈ ഒരു സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത സെം വൈസ് സ്റ്റുഡൻസ് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിലേക്കുള്ള അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെം വൈസ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ BCA, MCA, MBA, പിന്നെ MCOM ഉണ്ട്, BBA ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം സെം വൈസ് കാറ്റഗറി സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ഫസ്റ്റ് സെം അസൈൻമെന്റ് വെക്കുക. ഇനി രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് 2026 ജനുവരി സെക്ഷൻ അഡ്മിഷനിൽ ഇയർ വൈസോ സെമസ്റ്റർ വൈസോ ഏതായിക്കോട്ടെ നിങ്ങൾ അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണെങ്കിലും ഡിസംബറിൽ പരീക്ഷ എഴുതാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അസൈൻമെന്റുകൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ വെക്കണം കേട്ടോ. ഇപ്പോൾ ഇയർ വൈസ് സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയറിന്റെ അസൈൻമെന്റുകൾ വെക്കാനുള്ള ടൈമാണ്. ഇനി ഈ ജനുവരിയിലൊക്കെ സെം വൈസ് പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കിപ്പോൾ സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റ് വെക്കാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ അസൈൻമെന്റുകൾ വെക്കുക. ഇനി അടുത്ത കാറ്റഗറി വരുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ സെക്ഷനിൽ അസൈൻമെന്റ് വെക്കേണ്ട സമയമായിരുന്നു, മാർച്ച് ഏപ്രിലൊക്കെ അസൈൻമെന്റ് വെക്കേണ്ട ടൈം ആയിരുന്നു. ബട്ട് അന്ന് എന്തെങ്കിലും കാരണത്താൽ അസൈൻമെന്റ് വെക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ അസൈൻമെന്റുകൾ വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള കഴിഞ്ഞ ഇയറിലോ അതിന് മുന്നത്തെ ഇയറിലോ ഒക്കെ അസൈൻമെന്റ് വെക്കാൻ പെൻഡിംഗ് ഉള്ള വിദ്യാർത്ഥികളുണ്ട്. അസൈൻമെന്റ് വെച്ച് ഫെയിൽ ആയ വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ കാണും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ അസൈൻമെന്റ് വെക്കാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഡിലേ വരുത്താതെ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിട്ട് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആരൊക്കെയാണ് അസൈൻമെന്റുകൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇഗ്നോ കറണ്ട് അസൈൻമെന്റ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ഇഗ്നോ അസൈൻമെന്റ്സ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ 2 വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ഇതായിരിക്കും അസൈൻമെന്റ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഇത് പഴയ വെബ്സൈറ്റ് ആണ്. ഇതിലിപ്പോൾ പുതിയ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അപ്ഡേറ്റ് വരാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു സൈറ്റ് നോക്കരുത്. അതിന് പകരമായിട്ട് ഈ കറണ്ട് അസൈൻമെന്റ്സ് എന്നുള്ള ഈ വെബ്സൈറ്റ് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഇതാണ് പുതിയ അസൈൻമെന്റുകളൊക്കെ വരുന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇപ്പോഴും ചില കുട്ടികൾ ആ പഴയ വെബ്സൈറ്റിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് അസൈൻമെന്റ് വെബ്സൈറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 5-10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സൈറ്റ് ഒന്ന് ലോഡായി വരും കേട്ടോ. ലോഡായി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സെർച്ച് ബാർ വരും. ഈ സെർച്ച് ബാറിൽ നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഈ നിങ്ങളുടെ സബ്ജക്റ്റ് കോഡിലെ ആ ഒരു ലെറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഇവിടെ ആ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് MBA ഫസ്റ്റ് സെമ്മിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് MMPC 1. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ MMPC എന്ന് തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ കണ്ടോ MMPCയുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ BA ഇംഗ്ലീഷിന് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് BEGC 101. അപ്പോൾ BEGC എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന അതേ ക്വസ്റ്റ്യൻ നമ്മൾ അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് എഴുതി തുടങ്ങാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണോ, അല്ല ഇപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ വാലിഡ് ആണോ, ഡേറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ കാര്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് എഴുതി തുടങ്ങാനായിട്ട് കേട്ടോ. ഇപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ ഒരു സബ്ജക്റ്റ് ലിസ്റ്റ് വരുമ്പോൾ അതിൽ 10 എൻട്രീസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാറ്റി 100 ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് കോഡിന്റെ അണ്ടറിലുള്ള എല്ലാ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും ഇവിടെ വരുന്നതാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വാലിഡ് ആണോ എന്ന് നോക്കാം. ഇപ്പോൾ BGC എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരേ സബ്ജക്റ്റ് കോഡിൽ 2 അസൈൻമെന്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഉദാഹരണം ഞാനിപ്പോൾ BGC 101 എന്നുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുകയാണേ. അപ്പോൾ അതിൽ ആ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ആയി വരും. അപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അസൈൻമെന്റ് ആർക്കൊക്കെ ഉള്ളതാണ്. ഫോർ ജൂലൈ 2025 സെക്ഷനിലെയും ജനുവരി 2026 സെക്ഷനിലെയും വിദ്യാർത്ഥികൾക്കുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇയർ വൈസ് ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഇപ്പോൾ അസൈൻമെന്റ് വെക്കാനുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കുള്ള അസൈൻമെന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജൂലൈ ടു ജനുവരി എന്നല്ല, ഇത് ഇന്ന സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനുവരി 2026 കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇത് വച്ചൂടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് ജനുവരി 2026 സെക്ഷനിലെ കുട്ടികളുടെ അസൈൻമെന്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് പേജിലൊക്കെ ആയിട്ട് ഇവരുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടോ ഡിസംബർ എക്സാമിനേഷന് 30 വരെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്ത് എഴുതാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ചില സബ്ജക്ട് സെർച്ച് ചെയ്യുമ്പോൾ 2027 ചില ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇയർ വൈസ് സ്റ്റുഡൻസിന്റെ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക സെക്ഷൻ. അപ്പോൾ അത് പുതുതായിട്ട് അഡ്മിഷൻ ഒക്കെ എടുക്കുന്ന കുട്ടികളുടെ അസൈൻമെന്റുകളായിരിക്കും. അതായത് അടുത്ത ഇയറിൽ വെക്കാനുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞു പോവാത്ത അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനായിട്ട്
യൂസ് ചെയ്യാം. ഇത് ഇയർ വൈസ് പ്രോഗ്രാമിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഇനി കുറച്ച് സെം വൈസ് പ്രോഗ്രാം കോഡ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇയർ വൈസിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്. സെമസ്റ്റർ വൈസ് വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഡൗട്ട് വരുന്നത്. ഇപ്പോൾ MBA ഫസ്റ്റ് സെമ്മിലുള്ള ഒരു സബ്ജക്റ്റാണ് MMPC കേട്ടോ. അപ്പോൾ ഇവിടെ മീഡിയം കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ക്വസ്റ്റ്യൻ. നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മതിയാവുമല്ലോ. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യാണ് MBA ഫസ്റ്റ് സെമ്മിൽ. അപ്പോൾ ഇത് സെം വൈസ് പ്രോഗ്രാം ആയതുകൊണ്ട് ഇവരുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അതായത് ജൂലൈ 2026 ക്വസ്റ്റ്യൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അസൈൻമെന്റ് ഏതൊക്കെ സെക്ഷൻകാർക്ക് ഉപയോഗിക്കാം. 2026 ജൂലൈയിൽ അഡ്മിഷൻ എടുത്തവർക്കും 2027 ജനുവരി സെക്ഷനിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള അസൈൻമെന്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ താഴെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 31 ഒക്ടോബർ 2026 വരെ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടില്ല. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസൈൻമെന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് MCOM BBA ഒക്കെ കേട്ടോ. ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഡെഡ് ലൈൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് കഴിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ്. ഇപ്പോൾ MMPC 1 എന്നുള്ള ഒരു കോഡിന്റെ നേരെ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാം നോക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു സബ്ജക്ട് കോഡ്, അതായത് സബ്ജക്ട് കോഡ് എന്ന് പറഞ്ഞാൽ കോഴ്സാണ് ഉദ്ദേശിക്കുന്നത്. കോഴ്സ് കോഡ് മാത്രം ഇവിടെ നോക്കിയാൽ മതിയാവും കേട്ടോ. കാരണം ഈ ചില സബ്ജക്റ്റുകൾ ഒരു പ്രോഗ്രാമിന് മാത്രം ഉള്ളതല്ല. അത് ഉദാഹരണമാണ് ഈ BVA 181, ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അത് ഒട്ടുമിക്ക ഡിഗ്രി പ്രോഗ്രാംസും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം നോക്കണമെന്നില്ല. സബ്ജക്ട് കോഡ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. നിങ്ങളുടെ ഇപ്പോൾ അസൈൻമെന്റ് വെക്കാൻ ഈ ക്വസ്റ്റ്യൻ ഡേറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് നോക്കുക. എങ്കിൽ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് അസൈൻമെന്റുകൾ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 30 ആണ്. മേ ബി എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഒട്ടുമിക്ക സെന്റേഴ്സിൽ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് കൊണ്ട് തന്നെ അസൈൻമെന്റുകൾ സ്വീകരിച്ചു തുടങ്ങും. അപ്പോൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് അസൈൻമെന്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് ഓഡിയൽ സ്റ്റുഡൻസ്, നോർമലി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അസൈൻമെന്റുകൾ എങ്ങനെ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതേ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക കേട്ടോ. അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തിരിക്കാം. അതുപോലെ മറ്റൊരു കാര്യം, അസൈൻമെന്റ് എഴുതാൻ നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ അസൈൻമെന്റിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻഫോടെക്കിൽ സോൾവഡ് അസൈൻമെന്റും ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.